പെരുന്നാളിൻ്റെ പകലിൽ നിർബന്ധമായ ഒരു ബാധ്യതയാണ് ഫിത്ർ സക്കാത്ത്. സാമൂഹികമായ ഒരു മര്യാദയാണത്. സക്കാത്ത് സമ്പ്രദായം, അതിൻ്റെ കണക്കുകളും അതിൻ്റെ രീതികളുമൊന്നും നമുക്കിടയിലെ ഒട്ടുമിക്ക ആളുകൾക്കും ഒരുപക്ഷെ എത്തിക്കൊള്ളണമെന്നില്ല, സാമ്പത്തികമായി അത്ര പുരോഗതി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ആ സക്കാത്തിന്റെ പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് ഫിത്ർ സക്കാത്ത്. തൻ്റെ ശരീരം അതിൻ്റെ ബാധ്യതയായി മറ്റൊരാൾക്ക് കൊടുക്കുന്ന നിർബന്ധമായ ദാനം ഫിത്ർ സക്കാത്ത്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം എന്നാണ് അതിൻ്റെ അർത്ഥം. അവൻ്റെ ശരീരത്തെ ശുദ്ധീകരിക്കുന്ന, അവൻ്റെ ഹൃദയത്തിൻ്റെ പിശുക്കിനെ ശുദ്ധീകരിക്കുന്ന, അവൻ്റെ ബാക്കിയുള്ള ധനത്തിലുള്ള മാലിന്യങ്ങളെ ശുദ്ധീകരിക്കുന്ന, അവൻ്റെ അരുതായ്മകളിൽ നിന്ന് അവനെ സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ ഒരു മാർഗം അവൻ ദാനം ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിൽ സാധാരണയുള്ള ധാന്യമാണ് ദാനമായിട്ട് ചെയ്യേണ്ടത്, സക്കാത്തായിട്ട് നൽകേണ്ടത്. ഏകദേശം 2.5 കിലോ അരിയാണ് ഫിത്ർ സക്കാത്തായിട്ട് നമ്മുടെ ഈ നാടുകളിൽ സാധാരണ. ഗൾഫ് രാജ്യങ്ങളിലും മറ്റുമൊക്കെ അതിന് വ്യത്യാസമുണ്ടാകാം. എവിടെയാണോ നമ്മളുള്ളത് അവിടെയാണ് നമ്മൾ ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത്. അഗതികൾ, പാവങ്ങൾ, കടക്കാർ, സക്കാത്തിന്റെ അവകാശികൾക്കിടയിലാണ് ഇത് വിതരണം ചെയ്യപ്പെടേണ്ടത്. ഇതിലൂടെ അള്ളാഹുവിൻ്റെ ദീൻ ലക്ഷീകരിക്കുന്നത് ഇന്ന് ആഹാരം കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവാൻ പാടില്ല. സ്നേഹമുള്ളവരെ, പെരുന്നാളിൻ്റെ ദിവസം നമ്മുടെ ഹൃദയം കാരുണ്യം കൊണ്ട് ആർദ്രമാകേണ്ട ദിവസമാണ്. നമുക്കിടയിൽ ഇന്ന് പുതുവസ്ത്രങ്ങൾ അണിയാത്തവരുണ്ടാവാൻ പാടില്ല. നമ്മുടെ മക്കൾക്കും നമ്മുടെ ഭാര്യയ്ക്കും നമുക്കുമെല്ലാം പുതുവസ്ത്രങ്ങൾ എടുത്ത് അത്തറൊക്കെ പൂശി വളരെ സന്തോഷത്തോടുകൂടെ പള്ളിയിലേക്ക് നാം നമ്മുടെ സന്താനങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ ദിവസം കണ്ണീരോടുകൂടെ കഴിയുന്ന ഒട്ടനേകം പാവങ്ങൾ നമുക്കിടയിലുണ്ടാകും. ഒരു നല്ല തുണി ഉടുക്കാൻ, നല്ല ഒരു ഷർട്ടിടാൻ ആഗ്രഹിക്കുന്നവർ, അവരെ നമ്മളൊന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും, അവരെ നമ്മളൊന്ന് കാണുന്നത് നന്നായിരിക്കും. അനാഥരെ ഈ ദിവസം പ്രത്യേകമായിട്ട് പരിഗണിക്കുന്നത് നന്നായിരിക്കും. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർക്ക് പുതുവസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനും എടുത്തു കൊടുക്കാനും നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിലും ഈ പ്രത്യേകമായ പെരുന്നാളിൻ്റെ ഈ പകലിൽ നമ്മുടെ നന്മകൾ, നമ്മുടെ അനുഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കണമെങ്കിൽ അവരിലേക്ക് നമ്മൾ കാരുണ്യത്തിൻ്റെ ഹസ്തം നീട്ടേണ്ടതായിട്ടുണ്ട്. ഒരു പെരുന്നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷത്തോടുകൂടെ പള്ളിയുടെ പാർശ്വഭാഗത്ത് നിൽക്കുകയാണ്. ആ സമയത്ത് കുട്ടികൾ അവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ട്. കളിക്കുന്ന കുട്ടികൾക്കിടയിൽ ഒരു അനാഥ ബാലൻ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. നബി തിരുമേനി ആ കുഞ്ഞിൻ്റെ അടുക്കൽ പോയി ഉപ്പയില്ലാത്ത, ഉമ്മയില്ലാത്ത, ആരുമില്ലാത്ത ആ കുഞ്ഞിനെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവനെ കുളിപ്പിച്ച് മകളായ ഫാത്തിമയെയും അലി ഇബ്നു അബി ത്വാലിബിനെയും ഹസനെയും ഹുസൈനെയും ആ കുഞ്ഞിനെ ഏൽപ്പിച്ചുകൊണ്ട് ആ കുഞ്ഞിന് കൂട്ടുകാരെയും പിതാവിനെയും മാതാവിനെയും മറ്റുള്ളവരെയും പ്രദാനം ചെയ്തു കൊടുത്തു മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ചെയ്യലാണ് അള്ളാഹുവിനുള്ള നന്ദി. മറ്റുള്ളവരെ പരിഗണിക്കുക, അവർക്ക് ആവശ്യമായ സേവനങ്ങൾ ചെയ്യുക, അവർക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ നൽകുക പെരുന്നാളിൻ്റെ സുദിനത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കഴിയുന്നത്ര കൂട്ടുകുടുംബങ്ങളെ വിളിക്കുക, അയൽവാസികളെ വിളിക്കുക. പ്രത്യേകിച്ച് അമുസ്ലിങ്ങളായ നമ്മുടെ സഹോദരന്മാരുണ്ടാകും, അവരുമായിട്ടൊക്കെ നമ്മുടെ ഒരു സ്നേഹം പങ്കുവെക്കാൻ ഏറ്റവും നല്ല ഒരു അവസരമാണ് പെരുന്നാളിൻ്റെ പകലെന്ന് എൻ്റെ സഹോദരന്മാരും സഹോദരിമാരും അറിയണം. അവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുക, നമ്മൾ അവരെ അടുക്കളയിലേക്ക് വിളിക്കുക. അങ്ങനെ അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നു, വഇദ് തഅദ്ദന റബ്ബുക്കും, അല്ലാഹു തആല തീർച്ചയായും നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു. എന്തിന്? ലഇൻ ശകർത്തും ലഅസീദന്നകും. അല്ലാഹു നിങ്ങളെ അറിയിച്ച ഒരു കാര്യമാണ്. നിങ്ങൾ അല്ലാഹുവിന് നന്ദി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ലഅസീദന്നകും, നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളിൽ വർദ്ധിച്ച അവസ്ഥ നിങ്ങൾക്ക് ഞാൻ നൽകും. വലഇൻ കഫർത്തും, നിങ്ങളെങ്ങാനും നിഷേധികളാവുകയാണെങ്കിലോ ഇന്ന അദാബി ലശദീദ്, തീർച്ചയായും എൻ്റെ ശിക്ഷ അതികഠിനമാണ്. വഖാല മൂസ ഇൻ തക്ഫുറു അൻതും വമൻ ഫിൽ അർളി ജമീഅ ഫഇന്നല്ലാഹ ലഗനിയ്യുൻ ഹമീദ്. സ്ത്രീകളെല്ലാവരും, കുട്ടികളടക്കമുള്ളവർ മൈലാഞ്ചിയിട്ട് പെരുന്നാളിൽ സന്തോഷിക്കുകയാണ്. എല്ലാവരും സന്തോഷിക്കട്ടെ. മൈലാഞ്ചി ചോപ്പുള്ള വളയിട്ട കൈകൾ കൊണ്ട് നല്ല ഭക്ഷണവുമായിട്ട് പുരുഷന്മാരെ, കൂട്ടുകുടുംബങ്ങളെ കാത്തിരിക്കുന്ന സ്ത്രീകളെ, നിങ്ങൾക്കതിനും അല്ലാഹുവിൻ്റെ പ്രതിഫലമുണ്ടാകും. ഈ പെരുന്നാളിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള വീഡിയോയുമായി വരുന്നതാണ്. അസ്സലാമു അലൈക്കും.